നോക്കിയ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നോക്കിയ 2.4. അപ്പോൾ നോക്കിയ 2.4 നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലാവുന്നതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം നോക്കിയ ഇപ്പോഴും 2018 2017 നിൽക്കുന്നത്. ഇപ്പോഴും 2020 വന്നിട്ടില്ല. അപ്പോൾ നോക്കിയ 2.4 പറ്റി അറിയേണ്ടതെല്ലാം, ഈ ഫോൺ എങ്ങനെയുണ്ട്, ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടയോ, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയ 2.4 ബിൽഡും ഡിസൈനും ഡിസ്പ്ലേയും ആണ്. ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ സാധാരണ നോക്കിയ ഡിവൈസുകൾ നമ്മൾ കുറച്ച് കാലമായിട്ട് നോക്കിയയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നോക്കിയയിൽ നിന്നും കണ്ടുവരുന്ന അതേ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ലഭിക്കുന്നത്. ബാക്കിൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫ്ലാഷ് ലഭിക്കുന്നുണ്ട്. ഇത് രണ്ടും നടുക്കാണ് ലഭിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ബാക്ക് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു വാട്ടർഡ്രോപ്പ് നോച്ചുള്ള ഒരു 6.5 HD+ LCD ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ ഡിസൈനും ഫീച്ചേഴ്സിനെ പറ്റി എടുത്ത് പറയാനൊന്നുമില്ല. നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ ബാക്കിൽ തന്നെ ലഭിക്കുന്നത്. ഫ്രണ്ടിൽ നോക്കിയയുടെ ബ്രാൻഡിങ് ആ ഒരു താഴത്തെ ബെസലിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെക്സിൻ്റെ കാര്യമാണ്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്നത് MediaTek Helio P22 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. MediaTek Helio P22 എന്ന് പറയുന്നത് നമ്മൾ റിയൽമി C2 കണ്ട ചിപ്സെറ്റാണ്. ഇൻഫൈനിക്സിൻ്റെ മെയിൻ ചിപ്സെറ്റായിരുന്നു. ഇൻഫൈനിക്സ് ഒട്ടുമിക്ക ഫോണുകളിലും ഉപയോഗിച്ചിരുന്ന ചിപ്സെറ്റായിരുന്നു. ഇൻഫൈനിക്സ് പോലും ഈ പറഞ്ഞ MediaTek Helio P22 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് എടുത്ത് കളഞ്ഞിട്ട് MediaTek Helio G70 വന്നിരിക്കുകയാണ്. കാരണം ഈ P22 എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ ചിപ്സെറ്റാണ്. 1-2 വർഷം പഴക്കമുള്ള ചിപ്സെറ്റാണ്. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് ഒന്നുമല്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ നിൽക്കുന്ന MediaTek Helio G85 ആയാലും G80 ആയാലും, ഇനി പോട്ടെ സ്നാപ്ഡ്രാഗൺ 662 ആണെങ്കിൽ പോലും അതുമായിട്ടൊന്നും അടുത്ത് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു ചിപ്സെറ്റാണ്. നമുക്ക് ഈ ഫോൺ കിട്ടുന്നത് ഒരു 6000 രൂപയ്ക്കോ 7000 രൂപയ്ക്കൊക്കെ ആയിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു ഈ Helio P22 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ഈ ഫോണിൻ്റെ വില 10,000 രൂപയുടെ മുകളിലാണ്. ഒരൊറ്റ വേരിയൻറ്റിലാണ് നോക്കിയ 2.4 ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുന്നത്. 3 GB RAM 64 GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള സിംഗിൾ വേരിയൻ്റ് ആണ്. 64 GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ളത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നോക്കിയ 32 GB ആയിട്ട് നിർത്തിയില്ല, അതുകൊണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു സെഗ്മെൻറ്റിൽ 3 GB RAM പോരാ, 4 GB RAM എങ്കിലും വേണ്ടിയിരുന്നു. ക്യാമറയുടെ കാര്യത്തിലോട്ട് അടക്കാം. ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നത് ഒരു 13 MP പ്രൈമറി ക്യാമറയും 2 MP ഡെപ്ത് സെൻസറുമാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 5 MP സെൽഫി ക്യാമറയും അവൈലബിൾ ആയിട്ടുണ്ട്. ക്യാമറ സെറ്റപ്പ് തരക്കേട്ടില്ല. നമുക്ക് ബാക്കി കുറേ ഫോണുകളിൽ മാക്രോയും കൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളൂ. എന്നിരുന്നാലും ഒരു അൾട്രാ വൈഡൊക്കെ പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ നോക്കിയ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് എടുക്കാം. നമുക്ക് ബാക്കിയുള്ള നോക്കിയ ഫോണുകൾ, കഴിഞ്ഞ ജനറേഷനിലെ നോക്കിയ ഫോണുകളെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ലഭിച്ചിരിക്കുകയാണ്. 4500 mAh ബാറ്ററിയാണ് നമുക്കിതിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ചാർജറിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ നമുക്ക് 5 വാട്ടിൻ്റെ ചാർജറാണ് ലഭിക്കുന്നത്. ഇപ്പോൾ വേറെ ഒരു കമ്പനിയും ഇങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിൽ കൊടുക്കുന്നില്ല 5 വാട്ട്. മിനിമം 10 വാട്ടെങ്കിലും കൊടുക്കുന്നുണ്ട്. അതിനെപ്പോലും നമ്മൾ ഫാസ്റ്റ് ചാർജർ എന്ന് വിളിക്കാത്തതാണ്. അപ്പോഴാണ് 5 വാട്ടിൻ്റെ ചാർജർ. ഈ ഫോൺ ഫുൾ ചാർജ് ആകാൻ വേണ്ടി ഒരു 3-3.5 മണിക്കൂർ എടുക്കും. 3.5 അല്ല, ഒരു 4 മണിക്കൂർ തന്നെ എടുക്കും എന്നാണ് തോന്നുന്നത്. അതും പോരാതെ നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത് ഒരു Type-C പോർട്ടല്ല, മൈക്രോ USB പോർട്ട് തന്നെയാണ്. ആപ്പാടെയുള്ളൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. നമുക്ക് എല്ലാ നോക്കിയ ഫോണുകളെയും പോലെ Android 1 ആണ് ഇതിലും ലഭിക്കുന്നത്. 2 വർഷത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നോക്കിയ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റിൻ്റെ കാര്യത്തിലൊക്കെ നോക്കിയ ഒരു കിടിലം ഒരു അപ്ഡേറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ഡൗട്ടൊന്നും വരാൻ ഇല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയ 2.4 പ്രൈസിംഗ് ആണ്. ഒരൊറ്റ വേരിയൻ്റേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 3 GB RAM 64 GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള നോക്കിയ 2.4 പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,399 രൂപയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതേപോലെ ഒരു ഫോൺ ഇറക്കുക എന്നത് നോക്കിയ മാത്രമേ ചെയ്യുകയുള്ളൂ. ഈ ഫോണിൻ്റെ വില ഒരു 7000 അല്ലെങ്കിൽ 8000 കൂടിപ്പോട്ടെ, 8000 പോട്ടെ, ഒരു 7000 അല്ലെങ്കിൽ 8000 വരെ ആണെങ്കിൽ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തരക്കേടില്ലാത്തൊരു ചോയ്സ് ആയതിനെ ആ ഒരു സെഗ്മെൻറ്റിൽ. പക്ഷേ ഈ 10,000 രൂപയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു ഫോണൊക്കെ എങ്ങനെ സജസ്റ്റ് ചെയ്യാനാണ്? അത് നമുക്ക് ഈ ഫോണിൻ്റെ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് റെഡ്മി 9 പ്രൈം ഉണ്ട്, പോക്കോ M2 ഉണ്ട്, റിയൽമി നാർസോ 20 ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഒട്ടും പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്തൊരു ഫോണാണ് നോക്കിയ 2.4. നോക്കിയ എന്ന പേരുള്ളത് കൊണ്ട് മാത്രം ആരെങ്കിലും ഇതേപോലൊരു ഫോൺ എടുക്കുമോ? എടുക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നതല്ല. ബാക്കിയുള്ള ചോയ്സസ് നോക്കുക. ഇപ്പോൾ മൈക്രോമാക്സിൻ്റെ Note 1 വരെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടത് എങ്കിൽ അപ്പോൾ ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടിയോ? ഒബ്വിയസ് അല്ലേ, നമുക്ക് ഈ ഫോൺ വാങ്ങണ്ട എന്നേ പറയൂ.
ഈ ഫോൺ നോക്കിയാണ്, പഴയ ഒരു പേരുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും എടുക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ നോക്കിയ 2.4 പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ വാങ്ങുമോ അതോ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമോ? അതും താഴെ അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ നോക്കിയ 2.4 വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.